ഐറൂസിൻ്റെ ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കട്ടേന്ന് വെച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. അവൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട്. നല്ല ചൂടാണല്ലോ ഇപ്പോൾ, ഭയങ്കര ചൂടാണല്ലേ. അപ്പോൾ ഓനിങ്ങനെ ഒരുപാട് മുടിയുണ്ട്. ഓൻ്റെ അമ്മച്ചിക്ക് അതായത് മോളൂന് മുടി ഇങ്ങനെ ബാക്കൊക്കെ പിടിച്ച് ഇങ്ങനെ കെട്ടി വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓനിങ്ങനെ കുറച്ച് മുടിയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേ മോളിങ്ങ് പറയും എൻ്റെ കുട്ടിക്ക് വലിയ മുടി വേണം, എന്നിട്ട് ബാക്കൊക്കെ ഇങ്ങനെ റിബണൊക്കെ കെട്ടി അങ്ങനെ സുന്ദരനാക്കി വെക്കണം എന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വളർത്തി വന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു കൈ കിട്ടാത്തൊരവസ്ഥയിലായിന്. ഒന്നാമത് പിന്നെ ചൂടും, രണ്ടാമത് ആ ഒരു വലിപ്പം ഇതുവരെ വന്നിട്ടില്ല. അതായത് ബാക്കിൽ മാത്രം ഇങ്ങനെ പിടിച്ച് കെട്ടാനുള്ള ഒരു വലിപ്പം വരണല്ലോ, അത് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓന് നമുക്ക് ഇങ്ങനെ എന്ന് കുളിച്ചിട്ടൊന്നും മുടി അങ്ങനെ കെട്ടി വെക്കാനാണ് കഴിയണില്ല. കെട്ടി വെച്ചാലും മുന്നിലേക്ക് ഇങ്ങനെ കുറച്ചങ്ങോട്ട് വരും, പിന്നെ വീണ്ടും പഴയ പോലെ ആവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നെറ്റിൻ്റെ ഭാഗത്തും മുടി ഇങ്ങനെ മുൻഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചൂടുകുരും കാര്യങ്ങളൊക്കെ വരും. നല്ല ചൂടല്ലേ, അപ്പം ചൂടുകുരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേഗം വെട്ടി സെറ്റാക്കാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ആദ്യം മോളൂനെയും കൊണ്ട് ഉളപ്പിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓക്ക് കുറച്ച് ഇത് കഴിഞ്ഞിട്ട് മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഓക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് ഇമ്മച്ചും വരണമെന്ന് പറഞ്ഞിട്ടാണ് ഓള് പോരുന്നത്. അപ്പം ഓട്ടോ പിടിക്കാണ്ട ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ മൂപ്പര് ആദ്യം ഓളവിടെ കൊണ്ടാക്കിയിട്ട് വീണ്ടും തിരിച്ചു വന്ന് എന്നെ പിക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുമ്മൂനുമാണ്, ഇതുമ്മും കരയുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു ഉമ്മച്ചിനെ കൊണ്ടാക്കിയിട്ട് വരാമെന്നും പറഞ്ഞു. കാരണം മുടി വെട്ടുമ്പോൾ പിന്നെ ഐറൂസിന് മുടി വെട്ടുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇല്ലാഞ്ഞാൽ ഭയങ്കര കാണണം കേട്ടോ. മൂപ്പർക്ക് ഞങ്ങൾക്ക് കണ്ടേ മൂപ്പർക്ക് കാണണം. അപ്പോൾ ഇതിനാണ് ഞാനും പോരാന്ന് പറയണത്. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോയാൽ മതി ശരിക്കും. കാരണം ഞങ്ങൾ 3 ആൾക്കാരില്ലേ, പിന്നെ ഐറൂസും ഉണ്ട്. അപ്പോൾ വെറുതെ 2-3 പ്രാവശ്യമായിട്ട് വണ്ടി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോരണ്ടല്ലോ. അരികൂടെ അങ്ങാടിയിൽ തന്നെയാണ്, കുറച്ച് പോയാൽ മതി, അതൊക്കെ ശരി തന്നെ. പക്ഷേ പിന്നെ 2-3 വട്ടം അങ്ങനെ ബൈക്ക് കൊടുത്ത് അങ്ങോട്ട് കൂടി പോകണ്ടല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം തന്നെ. കാരണം മൂപ്പർക്ക് കാണേണ്ടി വരും ഐറൂസിൻ്റെ മുടി വെട്ടുന്നത്. എന്തായാലും പിന്നെ ഓളെ കൊണ്ടാക്കി കഴിഞ്ഞ് ഞാനും ഇന്നെ വന്ന് കൊണ്ടുവന്ന് അതിന് പിന്നാലെ പിന്നെ ഇതുമൂന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ ഇവിടെ വന്നപ്പം പെട്ടെന്ന് ഓൻ്റെത് വെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നു. കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അവനൊരു സീറ്റ് ഒഴിവായിരുന്നു. അപ്പോൾ ഓൾ പെട്ടെന്ന് തന്നെ ഞാൻ വന്നപ്പോൾ എന്നെ ഇവിടെ വെട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലോ, നല്ല അടിപൊളിയായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട് ഐറൂസ്. കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾക്ക് വെട്ടാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു മോള് പറഞ്ഞത്. അന്ന് മോളുൻ്റെ ഹസ്ബൻഡും കൂടിയായിരുന്നു വെട്ടാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. ഇന്നിപ്പോൾ അതാ നല്ല സൂപ്പറായിട്ട് നിന്ന് കൊടുക്കുന്നുണ്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മോഡലും കാര്യം ഇങ്ങനെ വെട്ടണം എന്നൊക്കെയുള്ള മോഡലൊക്കെ മോളുൻ്റെ ഹസ്ബൻഡ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ആ രീതിയിലാണ് വെട്ടുന്നത്. അടിപൊളിയാണ്. അരീക്കോട് കേക്ക് സ്റ്റുഡിയോൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ഈ ബൊറോട്ട എന്നൊരു ഷോപ്പ് ഉണ്ടല്ലോ, ആ പൊറോട്ട ഷോപ്പ് അതിൻ്റെ അടുത്താണ് കേട്ടോ ഇത്. നല്ല ഇപ്പോൾ പുതിയ തുടങ്ങിയത് തന്നെ ഫാമിലി മൊത്തത്തിൽ ആൺകുട്ടികൾക്കും ഗേൾസിനും ബോയ്സിനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ കട്ടിങ് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പെണ്ണുങ്ങൾക്കുള്ള ഫേഷ്യലും മുടി കട്ടിങ് എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ലേന്ന് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളത്. അരീക്കോട് സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഇത് ചെറിയൊരു കട പോലെ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പം അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. പിന്നെ നല്ല എന്താ പറയുക, നമുക്ക് സംസാരിക്കാൻ നമ്മളോട് ചോദിച്ച് കറക്റ്റ് ചോദിച്ച് നോക്കിയിട്ടൊക്കെയാണ് അവർ ചെയ്യണത് കേട്ടോ. അടിപൊളിയായിട്ട് വെട്ടി നമ്മൾ വിചാരിച്ച പോലെ തന്നെ കട്ട് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ വെട്ടാനായിട്ട്. ഓലോട് പിന്നെ കുട്ടികളായിട്ട് ഒരു മിങ്കിൾ ചെയ്യുന്ന ആ ഒരു രീതി നന്നാണല്ലോ. അപ്പോൾ ഓനോടാണെങ്കിൽ ആ ചെക്കന് നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ട് ഐറൂസിനെ ആ ഒരു സോപ്പിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ 2 സൈഡ് ഇതാ ഏകദേശം കട്ട് ചെയ്തിൻ്റെ ഇപ്പം തന്നെ എൻ്റെ കുട്ടി ഒരു സുന്ദരനായി കേട്ടോ. മുടിയാണ് എനിക്കാണെങ്കിലേ ഓന മുടി കണ്ടപ്പോഴേ ഞാൻ പറയുന്നുണ്ടായിരുന്നു മോളിനോട് അതിനെ മുടി ഒന്ന് വെട്ട്, അപ്പം തന്നെ അവനെ കാണാനൊരു ഇതുണ്ടാവും. ഇപ്പോൾ ഈ ചൂടും ഇതൊക്കെ ആവില്ല. മുടിയാണെങ്കിൽ നമ്മൾ പിടിച്ച് കെട്ടാൻ പറയുമ്പോൾ കെട്ടി നിൽക്കൊന്നുമില്ലല്ലോ ഓൻ്റെത്. ഏതായാലും കട്ടിങ് കുറച്ചൊക്കെ ആയപ്പോൾ ഇതാ എൻ്റെ ഹസ്ബൻഡും ഇതുമ്പും വന്നു. എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരാളത്തെ കുഞ്ഞു കുട്ടീൻ്റെ മുടി ഇട്ടാനാണ് ഈ ആൾക്കാർ മുഴുവൻ. ഇവിടെ പിന്നെ ഐറൂസിൻ്റെ കാര്യമാകുമ്പോൾ എല്ലാവർക്കും കാണും വേണം, കേക്കും വേണം, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ വെട്ടുന്നുണ്ട്. ഇതുമ്പും നോക്കുന്നുണ്ട്. ഇതുമാണെങ്കിൽ ഉറങ്ങി കഴിഞ്ഞു ഞങ്ങൾ പോരാൻ നേരം. ഞാനും കെട്ട് റെഡി ആവുന്നത് കണ്ടപ്പോഴാണ് ഓള് നീച്ച് ഏതോ ഒരു ടോപ്പും പാൻറ്റൊക്കെ ഇട്ട് എന്തെങ്കിലും പോരാന്ന് പറഞ്ഞ് നിൽക്കണം കേട്ടോ. എന്നല്ല നമ്മളിവിടെ ലാസ്റ്റ് സംഭവത്തിലെത്തി. ആ ഇടയ്ക്ക് ഞാൻ ഇതും കൂടി ഒരു മിറർ കണ്ടപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഒരു ഷോ കാണിച്ചതാണ് കേട്ടോ. കണ്ണാട കണ്ടാൽ എനിക്കും ഇതുമുനൊക്കെ ഒരു ഇളക്കാണ്. അപ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. ഞങ്ങൾ പോയിട്ട് ഏതൊരു ക്ലാസ് ഇനിയിപ്പോൾ സിനിമക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ എവിടെ ഒരു ക്ലാസ് കണ്ടാൽ ഞങ്ങളൊരു മിറർ സെൽഫി അല്ലെങ്കിൽ മിറർ വീഡിയോ എടുക്കാറുണ്ട്. നമ്മൾ തന്നെ കാണുമ്പോൾ ഒരു രസമല്ലേ, ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അത് ചെറിയ വീഡിയോ എടുക്കുമ്പോൾ അത് വേറൊരു രസമാണല്ലോ അല്ലേ.
അതിനിടയ്ക്ക് പിന്നെയും അതവിടെ വെട്ടിങ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് ആദ്യം ഒന്ന് കുറച്ച് മുടി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുടി കഴിച്ച് അതും കൂടി പിന്നെ ബാക്കിയുള്ളത് വെട്ടി സൈഡും ബാക്കൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പം നല്ല ക്യൂട്ടായി എൻ്റെ കുട്ടി വേറൊരു മുഖച്ചായന് വന്നിട്ട് നല്ലൊരു എന്താ പണ്ടത്തെ എൻ്റെ ഐറൂസല്ല, ആദ്യത്തെ ഐറൂസല്ല, വേറൊരു മുഖച്ചായ. ഞാൻ മോളോനോട് പറഞ്ഞു ഒന്ന് ട്രാൻസ്ലേഷൻ വീഡിയോ എടുത്തുവിടുന്നോ, ജസ്റ്റ് ഒന്ന് ഓന് ആദ്യത്തെ ഫോട്ടോ കാണിച്ചിട്ട് പിന്നെ ഇതും കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് നല്ലൊരു അടിപൊളി ട്രാൻസ്ലേഷൻ വീഡിയോ ആവുമായിരുന്നു. കാരണം അത്രയും മാറ്റമുണ്ട് കേട്ടോ അവന് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ബില്ലൊക്കെ അടിച്ച് പോരാൻ നിൽക്കുമ്പോഴാണ് അവിടുത്തെ മുതലാളി പറഞ്ഞത് ഇവിടെ മുകൾ ഭാഗത്ത് ഗേൾസിൻ്റെ ഒക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, പാകത്തെ വിലക്കൊക്കെ ചെയ്ത് തരും, എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വന്നുകൊണ്ടിരുന്നു. കാരണം ഞങ്ങളപ്പോൾ 1-2 ഗേൾസെല്ലാം ഇങ്ങനെ കാണില്ലേ. അപ്പോൾ നമ്മൾ അരീക്കോട് തന്നെ നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതിന് ഒക്കൂലല്ലേ, എന്തായാലും ഒന്ന് വന്ന് നോക്കണം. നമുക്കൊരു വട്ടം വന്ന് ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നീനുട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ത്രെഡ് ചെയ്യുക, ഫേഷ്യൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യണതല്ലേ. മോളും ആയാലും അതൊക്കെ ചെയ്യണതാണ്. അപ്പം അരീക്കോടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് സുഖം. അപ്പോൾ നോക്കണം, അന്ന് വന്ന് നോക്കണം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും മോളും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഐറൂസിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പിന്നെ ഒരു ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് കല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മോളുവിൻ്റെ ഒരു പരിധിപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ. ഞാനൊന്നും വാങ്ങിച്ചില്ല. നീനു വരുമ്പോഴാണ് എനിക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നീനുട്ടിൻ്റേത് ഓക്കൊന്നായിട്ട് വാങ്ങുന്നത്. ഓൾ തന്നെ നോക്കി ഓൾ തന്നെ പൈസ എടുത്ത് ഓൾ തന്നെ സെറ്റാക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഐറൂസിൻ്റെ പിന്നാലെ ഓടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു പരിപാടി. അങ്ങനെ അത് അവൾ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുടി വെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കിട്ടിയവൻ അവിടെ നിൽക്കണ്ട, മൂപ്പര് വേഗം എന്നാൽ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി ഞാൻ പോവാണ് കേട്ടോ എന്നും പറഞ്ഞു. കാരണം മൂപ്പര് അപ്പം തന്നെ പോയിട്ട്, കാരണം ഞാൻ പറഞ്ഞില്ലേ മുടി വെട്ടുന്നത് കാണണം അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ അപ്പം തന്നെ ഇറങ്ങി, വേറെ പോകാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇതാ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരുന്ന സമയം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നല്ല അപ്പുറപ്പുറമൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ആ ഒരു ടൈമാണ്, ഒരു 5:30-6 മണിയാ ടൈം. ഞങ്ങൾ വൈകുന്നേരം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ് കേട്ടോ. ഒന്നാമത് ഈ രാവിലെ ഒന്നും ഒരു സംഗതിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അതും കുട്ടികളെയും കൊണ്ടുവന്ന് പ്രത്യേകിച്ചുല്ലേ, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ പിന്നെ ചൂട് നല്ല നമുക്ക് തല മിന്നി പോവാണോ. കഴിഞ്ഞ ദിവസം ഞാൻ ഈനൂട്ടിനെ കൊണ്ട് പുറത്തുനിന്ന് ഓളെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് എല്ലാ പൂതിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ഒരു 11 മണി 12 മണി സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങൂല എന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഓട്ടൊക്കെ ബ്ലോക്കൊക്കെ മാറി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോണത്. ഇനിയിപ്പോൾ അവിടെ എത്തി ഓനൊന്ന് കുളിപ്പിക്കണം, കരമുടിയൊക്കെ വെട്ടിയതെല്ലാം ഒന്ന് സെറ്റാക്കണം, കുറച്ച് നേരം കളിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ജസ്റ്റ് ഞങ്ങൾ തേത്തങ്ങാടി എത്തി ഓടിക്കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അപ്പുക്കിന് തന്നെ മൂപ്പര് വന്നിട്ടുള്ളൂ. മൂപ്പരവിടെ വന്ന് വീട് തുറന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഐറൂസ് കളി സ്റ്റാർട്ടാക്കി. മുറ്റം കണ്ടാൽ പിന്നെ അവൻ്റെ കളി അങ്ങോട്ട് തുടങ്ങും. കുറച്ച് നേരം കളിച്ചോട്ടേന്ന് ഞാനും വിചാരിച്ചു. കാരണം ഏതായാലും വീട്ടിൻ്റെ ഉള്ളിൽ കയറിക്കണ മുന്നേ നമുക്ക് കുളിപ്പിക്കണം, മുടിയൊക്കെ ഉള്ളതല്ലേ മേത്ത്. അപ്പോൾ അങ്ങനെ അവൻ കുറച്ച് നേരം കളിച്ചതിന് ശേഷം എടുത്തിട്ട് പിന്നെ കുളിമുറി കൊണ്ടുപോയിട്ട് ഒന്ന് കുളിപ്പിച്ചെടുത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മുടിയൊക്കെ വെട്ടിയ പിന്നെ കുട്ടീനെ സുന്ദരനായോ ഇല്ലേന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു, എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് കൊടുത്തു. എൻ്റെ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ലെങ്തി ഇല്ലാത്തത് കേട്ടോ. ഞാൻ പിന്നെ ഐറൂസിനെ ഉറക്കാൻ കൊണ്ടുപോയ ടൈമിൽ ഞാനിതാ എൻ്റെ വീഡിയോ എടുക്കാനും സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനൊക്കെ കാര്യത്തിനൊക്കെ ആയിട്ട് പോന്നു. ഇപ്രാവശ്യം തുത്തൂനുള്ള ഡ്രസ്സൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇനി ഇത് കഴിഞ്ഞ് ഇറങ്ങണം. ഇനി നീനുട്ട് എന്തായാലും 12 മണിയാവും ഡ്യൂട്ടിയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ അത് ഞാനും സ്റ്റിച്ച് ചെയ്ത് ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.